ഞാൻ ക്യാരറ്റും അതുപോലെ തന്നെ മുട്ടയും വെച്ചിട്ട് നമുക്ക് പെരുന്നാളിൻ്റെ അന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കാണാം. അപ്പോൾ ഇത് തലേ ദിവസം ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്ക് പിറ്റേന്ന് നല്ല ടേസ്റ്റ് വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്ക്, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റും ഇടണേ. ഇത് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഇതേപോലെയാണ് കിട്ടേണ്ടത്. ഇനി ഇത് നമ്മൾ വാട്ടിയതിന് ശേഷം ഒന്നും കൂടി അടിച്ചെടുക്കും. ഇത് നല്ലോണം അരഞ്ഞാൽ അത്രയും നല്ലതാണ് കേട്ടോ. ഇനി ഒരു പാന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണ് നല്ല നെയ്യാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ അടിച്ച് വെച്ച ഈ ഒരു ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇത്രയും മതിയാവും കേട്ടോ. നമ്മൾ പിന്നെയും പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തത്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഇതൊന്ന് വെന്ത് വരണം കേട്ടോ. അതുവരെ ഒന്ന് വാട്ടി കൊടുത്താൽ മതി. വേണമെങ്കിൽ ഇതൊന്ന് മൂടി വെച്ചാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ക്യാരറ്റിൻ്റെ പച്ചമണമൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കട്ടോ. ഇനി ഇതൊന്ന് ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അത് വലിയ വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ ചെയ്താൽ മതിയേ. ഇനി ഇതാ ഞാനൊരു 5 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക്. അതിലേക്ക് നമുക്ക് ഏലക്കൻ്റെ കുരു ഇല്ലേ, അത് ചതച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഏലക്കൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുറച്ച് പഞ്ചസാര 1 ടേബിൾ സ്പൂൺ പഞ്ചസാര അതിലേക്ക് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് 1/4 ഗ്ലാസ് മതി കേട്ടോ. സാധാരണ ഗ്ലാസ്സില്ലേ, നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സില്ലേ, ആ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ആ ഒരു ഗ്ലാസ് എല്ലാവരുടെ കയ്യിലുണ്ടാവില്ല. അതുകൊണ്ടാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു ഗ്ലാസ്സിന് അളന്നാൽ മതിയാവേ. അപ്പോൾ ഇതാ പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ബീറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിൻ്റെ ജാറിലും ചെയ്തെടുക്കാം കേട്ടോ. മിക്സിൻ്റെ ജാറിൽ ചെയ്യുന്ന സമയത്ത് നമ്മളതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിൽ നമ്മളതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതാ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. ഓയിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ. അപ്പം അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ബീറ്റാക്കി എടുക്കാം. മുട്ട നല്ലോണം തന്നെ പൊങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഇതൊക്കെ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇതാ നമ്മൾ അടിച്ച് വെച്ച ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച ക്യാരറ്റ് ഇല്ലേ, അതൊന്നും കൂടി ഞാൻ ജാറിലിട്ട് ഒന്നും കൂടി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ചെറിയ ചെറിയ പീസ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഇതിലേക്കുള്ള മൈദയും കൂടി എടുത്ത് വെച്ചിന് കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയതാ. ഞാനൊരു 1.5 ഗ്ലാസ് മൈദാണ് എടുത്തത്. നമ്മളിപ്പം ചായ കുടിക്കുന്ന ഗ്ലാസ്സില്ലേ, ആ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അളവിൽ കേട്ടോ എടുത്തത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് അരിച്ച് വെക്കുക. അരിച്ചൊരു സൈഡിലേക്ക് മാറ്റി വെച്ചാൽ മതി. നമ്മൾ മുട്ട ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഇതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി അരിച്ച് വെച്ച മൈദ കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കട്ടെ കേട്ടോ. കുറേശ്ശെ ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നമ്മളെ ഈ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് എല്ലാ ഭാഗത്തും ആവും കേട്ടോ. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറേശ്ശെ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക, കുറേശ്ശെ മൈദ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ പതുക്കെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു മുട്ട താണൊന്നും പോവുകയില്ല കേട്ടോ. കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം പതുക്കെ സ്ലോയിൽ അങ്ങനെ ചെയ്താൽ മതി. കണ്ടില്ലേ, ഈ ഒരു വീഡിയോ കാണുന്നത് പോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഇനി കുറേശ്ശെ വീണ്ടും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി മിക്സാക്കി കൊടുക്കുക. ആ ഒരു ക്യാരറ്റിൻ്റെ കൂട്ട് എല്ലാ ഭാഗത്തും ആവണം കേട്ടോ മുട്ടൻ്റെ. നല്ലോണം തന്നെ കുത്തി ഇളക്കാൻ പാടില്ല കേട്ടോ. പതുക്കെ ചെയ്താൽ മതി. അടിഭാഗത്തുനിന്ന് മേലോട്ട് ഇങ്ങനെ പൊന്തിക്കുന്ന മാതിരി ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് വന്നോളൂ. കണ്ടില്ലേ, ഒട്ടും തന്നെ താണു പോവാത്ത രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ക്യാരറ്റിൻ്റെ മുഴുവൻ കൂട്ടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. മൈദയും മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. നമ്മളിതിപ്പോൾ കറക്റ്റാക്കി ഇതേപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇത് നമുക്കൊരു മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കാം.
പാത്രം ഒന്ന് നല്ലോണം ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി തൂകിയിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക. നിങ്ങളെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. ഈ ഒരു ക്യാരറ്റിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നിങ്ങളെ കയ്യിൽ പോട്ട ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പോട്ട ഉള്ളതെന്ന് വെച്ചാൽ അതിൽ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യാൻ വെച്ചാൽ മതി അടുപ്പിൽ. നമ്മളിപ്പോൾ മുട്ട വറച്ചതൊക്കെ ആക്കുന്നില്ല, അതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഓവണിൻ്റെ അകത്താണ് വെക്കുന്നത്. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ പോട്ടാളെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തും ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അടിയിൽ തട്ട് വെക്കണം, എന്നിട്ട് മുകളിൽ മൂടി ഓട്ടുണ്ടാവാൻ പാടില്ല കേട്ടോ. എന്നിട്ട് അതൊന്ന് ക്ലോസ് ആക്കി വെക്കുക. എന്നിട്ട് ഇതിൽ ബേക്ക് എടുത്താൽ മതി കേട്ടോ. ഒരു 20 മിനിറ്റ്. ഞാനിപ്പോൾ ഇത് ഓവൻ്റെ അകത്താണ് ബേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നടുഭാഗത്ത് ഈളോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ കറക്റ്റ് പാകാന്ന് വേവ്. ഇത് നല്ലോണം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് വെടിയിച്ച് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിട്ടോ. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇതൊന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്ന്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതേപോലെ നല്ല സോഫ്റ്റാണ് കേട്ടോ. നല്ലോണം ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. നമ്മളിപ്പം കഴിക്കുന്ന സമയത്ത് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക. ഉൾഭാഗം നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്ത് കൊടുത്തില്ല. നല്ല സോഫ്റ്റാണ്. പിന്നെ അധികം അങ്ങനെ പൊങ്ങി വരില്ല കേട്ടോ, കാരണം നമ്മളിതിൽ കുറച്ചധികം തന്നെ ക്യാരറ്റ് ചേർത്ത് കൊടുത്തിക്കല്ല. അപ്പം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം പറയുക കേട്ടോ. അതുപോലെ തന്നെ പെരുന്നാൾ ദിവസം ഗസ്റ്റ് വരുന്ന സമയത്തും അതുപോലെ തന്നെ രാവിലെ നമുക്ക് വെറും ചായ കുടിച്ചിട്ടാണല്ലോ നമ്മൾ പള്ളിയിലേക്കൊക്കെ പോവുക. അപ്പോൾ ആ സമയത്തൊക്കെ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇത് വെറും വയറ്റിൽ കഴിക്കാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ വെറൈറ്റി വീഡിയോസായിട്ട് ഇനിയും വരാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.